ഹായ് ഫ്രണ്ട്സ്, മേര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കശുവണ്ടി വെച്ച് ഒരു തീയൽ കറിയാണ് ഉണ്ടാക്കുന്നത്, വറുത്തരച്ച തീയൽ കറി. അപ്പോൾ അതിനാവശ്യമായ സാധനം എന്ന് വെച്ചാൽ ഒരു ചെറിയ പീസ് പടവലങ്ങ, കുറച്ച് ചെറിയ ഉള്ളി, ഒരു പിടി ചെറിയ ഉള്ളി, പിന്നെ കശുവണ്ടി കുറച്ച് എത്ര കൂടുതൽ വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ എൻ്റെ കൈക്ക് ഒരു പിടി കശുവണ്ടി ഉണ്ട് എൻ്റെ കയ്യിൽ. പിന്നെ ഒരു ചെറിയ തക്കാളി, മസാല ചതച്ചത് കുറച്ച്, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒരു പീസ് ചതച്ചത് അതുകൊണ്ട്. ഇനി ഒരു അരമുറി തേങ്ങ വറുത്ത്, ഒരു സ്പൂൺ മുളക് പൊടി, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു അര സ്പൂണോളം മല്ലിപ്പൊടി കൂടെ ചേർത്ത്, ഒരു 10 കുരുമുളകും കൂടെ ചേർത്ത് ആ അരമുറി തേങ്ങ വറുത്ത് മിക്സിക്കകത്ത് നന്നായിട്ട് അരച്ച് വെച്ചേക്കുന്ന കൂട്ടാണ്. ഇനി അത് വറുത്തരച്ചതായതുകൊണ്ട് ഞാൻ എണ്ണ കുറച്ചേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ചേർക്കുമ്പോൾ എണ്ണ കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം. എണ്ണ എത്രത്തോളം കൂടുതൽ ചേർത്താൽ അത്രയും ടേസ്റ്റ് കൂടിയിരിക്കും. അപ്പോൾ ഞാനൊരു ഒരു വലിയ സ്പൂണിലോളം എണ്ണ ഒഴിക്കുന്നുള്ളൂ. അപ്പോൾ എണ്ണ ഒഴിച്ചു, പാത്രം അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച്, എണ്ണ നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം കടുകിടും. കടുകെല്ലാം ഒന്ന് നന്നായിട്ട് പൊട്ടി വരണം. പൊട്ടി വന്നതിന് ശേഷമാണ് ഞാൻ ഈ ഒരു പീസ് ഇഞ്ചിയും ഒരു 2 വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്. ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇതിനകത്തോട്ട് ചേർക്കണം. ഇത് ചേർത്ത് ഒന്ന് ചെറുതായിട്ട് ആ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും കൂടെ പച്ചമണം മാറിയതിന് ശേഷം മാത്രമാണ് നമ്മൾ അതിനകത്ത് ബാക്കി സാധനങ്ങളൊക്കെ ചേർക്കേണ്ടത്. കടുക് വറുക്കുന്നതിനായിട്ട് കറിവേപ്പിലയും മുളകും ഒക്കെ ചേർക്കുന്നത്. ഇതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരണം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചെറുതായിട്ട് ആ പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് വറ്റൽമുളക് ഇടാം. പിന്നീട് ഞാൻ ഈ ലേശം മസാല ചതച്ചത് വെച്ചിട്ടുണ്ട്, അതുകൂടെ ഇതിനകത്തോട്ടിട്ടൊന്ന് മൂപ്പിക്കണം. കുറച്ചേ വെച്ചിട്ടുള്ളൂ. പട്ടയൊക്കെ ഒരു ചെറിയ പീസ് പട്ടയും കുറച്ച് പെരിഞ്ചീരവും. ഇനി ചെറിയ ഉള്ളിയാണ് ഇതിനകത്തോട്ടിടുന്നത്. കൈക്ക് ഒരു പിടി ഉള്ളിയെ ഞാൻ ഇടുന്നുള്ളൂ. അരിഞ്ഞ് വന്നതിന് ശേഷം ഒരു പിടിയുണ്ട് കുറച്ച്. പിന്നെ പടവലങ്ങയുണ്ട്, പിന്നെ അണ്ടിപ്പരിപ്പുണ്ട്, എല്ലാം കൂടെ ഉള്ളത് കൊണ്ട്. തക്കാളിയുണ്ട്, പിന്നെ ഒരു പച്ചമുളകുണ്ട്. അപ്പോൾ ഉള്ളി ഞാൻ കൈക്ക് ഒരു പിടി ഉള്ളിയെ എടുത്തിട്ടുള്ളൂ. ഇനി ഒരു പീസ് പടവലങ്ങ, അതും കൂടെ ഒന്ന് ഇതിനകത്തൊന്ന് ഈ എണ്ണയ്ക്കകത്തൊന്ന് മൂത്ത് വരണം, നല്ലപോലെ ഒന്ന് വാടി വരണം. വാടി വന്നതിന് ശേഷമാണ് ബാക്കി സാധനങ്ങളൊക്കെ ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് വാടി വരട്ടെ എണ്ണയ്ക്കകത്ത്. ഇനി വാടി വന്നതിന് ശേഷം ഉപ്പും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കണം. അടച്ചു വെച്ചേക്കണം. അടച്ചു വെച്ചിരുന്ന് കഴിഞ്ഞാൽ നല്ലപോലെ ഒന്ന് വാടി വരത്തുള്ളൂ. ഇനി ഞാൻ ഉപ്പിൻ്റെ വെള്ളമാണ്, കലക്കിയ വെള്ളമാണ് ഒഴിക്കുന്നത്. എനിക്ക് കല്ലുപ്പായതുകൊണ്ട് ഞാൻ കലക്കിയ വെള്ളമാണ് അതിനകത്തോട്ട് ഒഴിക്കുന്നത്. അത് ഒന്ന് ആടി വരാൻ വേണ്ടി ഒന്ന് അടച്ചു വയ്ക്കണം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണം. കുറച്ചിട്ട് ഒന്ന് വാടി നല്ലപോലെ അതിനകത്ത് ആ ഉള്ളിയും പടവലങ്ങയും കൂടെ നല്ലപോലെ ഒന്ന് വാടി വന്നതിന് ശേഷം ബാക്കി സാധനങ്ങൾ ഇടാവും. എണ്ണയ്ക്കകത്ത് കിടന്ന് ആവിയിൽ നന്നായിട്ടൊന്ന് വാടി വരണം. ഇനി നമുക്ക് കശുവണ്ടി ഇടാം. പിന്നെ കൈക്ക് ഒരു പിടി കശുവണ്ടി ഉണ്ട്. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണിത്. എല്ലാവരും വെച്ച് നോക്കണം. കാരണം ഇത് രാവിലത്തെ കാപ്പിക്കായാലും ദോശയ്ക്കായാലും ചപ്പാത്തിക്കായാലും ഒക്കെ നല്ലതാണ്. നമുക്ക് ചോറിന് കഴിക്കാൻ നല്ലൊരു കറിയാണ്. ഇനി ഒരു തക്കാളി അരിഞ്ഞ് വെച്ചിരുന്ന് അതും കൂടെ ഇതിനകത്തോട്ടിട്ട് ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് വാടി വരട്ടോ. പിന്നീടാണ് ഞാൻ ഈ ഒരു മുറി തേങ്ങ വറുത്ത്, 1 സ്പൂൺ മുളക് പൊടിയും, ഒരു അര സ്പൂൺ മല്ലിപ്പൊടിയും, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു 10 കുരുമുളകും കൂടെ ചേർത്തിരുന്നു. ഇതെല്ലാം കൂടെ നന്നായിട്ട് വറുത്ത് തണുത്ത് വന്നതിന് ശേഷം മിക്സിക്കകത്ത് അരച്ച് നന്നായിട്ടങ്ങ് അരയ്ക്കണം. ആ പേസ്റ്റാണ് അത് ഇതിനകത്തോട്ട് ചേർത്ത്. വറുത്തരച്ച കറി ആയതുകൊണ്ടാണ് എണ്ണ കുറച്ച് ചേർത്തത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം.
അപ്പോൾ ഇതൊന്ന് ആ ചൂടിൽ കിടന്ന് ഒന്ന് 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 വാടി വന്നതിന് ശേഷമാണ് ഞാൻ മിക്സിയെ കഴുകിയ വെള്ളം ഒഴിക്കുന്നത്. ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. ഇത് വേവാനുള്ള വെള്ളം വേണം. ഇനി ഉപ്പൊക്കെ ഉണ്ട്. ഇതിനകത്ത് ഞാൻ പുളി ചേർക്കും. ഒരു അല്ലി കുറുക്കപ്പുളി ഞാൻ ഇതിനകത്തോട്ട് ചേർക്കും. ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഉപ്പൊക്കെ ഉണ്ടാകുന്ന നോക്കിയിട്ടാണ് ഞാൻ ഈ കുറുക്കപ്പുളി ചേർക്കുന്നത്. കാരണം വറുത്തരച്ച കറി ആയതുകൊണ്ട് പുളിയൊന്ന് വേണം. ആ തക്കാളിയുടെ പുളി മാത്രം പോരാ, നമുക്ക് ഈ കുറുക്കപ്പുളിയുടെ അതിൻ്റെ ഒരു പുളിയും കൂടെ വേണം. അപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി ഉപ്പൊക്കെ ഉണ്ടാകുന്ന നോക്കിയതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ച് കുറച്ച് സമയം വേവിക്കണം. ഇതൊന്ന് വെന്ത് വരണം. ഈ ഉള്ളിക്കും പടവലങ്ങയ്ക്കും കൂടെ ഒരു ലേശം വേവുണ്ട്. ഒന്ന് വെന്ത് നന്നായിട്ട് തീ കിടന്ന് വെന്ത് വറ്റി നെയ്യൊക്കെ തെളിഞ്ഞ് വരുമ്പോഴാണ് ആ കറിക്ക് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. പുളി വേണം. വറുത്തരച്ചതാകുമ്പോഴത്തേക്ക് പുളി ഇച്ചിരി ലേശം ഒന്ന് മുന്നിട്ട് നിൽക്കണം. ഉപ്പ് ലേശം കുറവുണ്ട്. ഇപ്പോൾ ലേശം ഉപ്പും കൂടെ ചേർക്കുക അതിനകത്ത്. ഇനി ഒന്ന് അടച്ച് വെച്ചിട്ട് സ്വല്പ സമയം ഒന്ന് അടച്ച് ഫ്ലെയിം കുറച്ച് വെച്ച് വെക്കണം. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണുന്നതിനൊപ്പം സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബേഴ്സ് കുറവാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് എൻ്റെ ചാനൽ കാണുകയും വേണം. ഇതുണ്ടാക്കി നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്കിതൊന്ന് ഒന്ന് സെർവ് ചെയ്ത് ഞാൻ നിങ്ങളെ കാണിക്കാൻ. വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് കുറേ വെള്ളം അങ്ങനെ വെള്ളത്തോടു കൂടി വേണ്ട, വറ്റിന്നൊന്ന് കുറുകിയിരിക്കണം. അപ്പോഴാണ് അതൊന്ന് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ഏറ്റവും നല്ല ഒരു കറിയാണ്. അപ്പം ഞാൻ നിങ്ങളെ ഇതൊന്ന് സെർവ് ചെയ്ത് കാണിക്കാം. വറ്റി വന്നിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ്. നമുക്ക് ദോശയുടെ കൂടെ, രാവിലത്തെ കാപ്പിക്ക് ദോശ, ചപ്പാത്തി, ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു കറിയാണത്. നമ്മൾ പടവലങ്ങയും ഉള്ളിയും ഒക്കെ ഇട്ട് പിന്നെ കൊഞ്ചുണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് നമ്മളിപ്പം അണ്ടിപ്പരിപ്പ് അല്ലാതെ തന്നെ കൊഞ്ചിട്ട് കറി വച്ചാലും, ഇതുപോലെ കറി വയ്ക്കുമ്പോൾ കൊഞ്ചിട്ട് കറി വച്ചാലും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ചോറൊക്കെ കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. എൻ്റെ ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.